ലൈവ് അറ്റ് 6 സ്വാഗതം. തലക്കെട്ടുകൾ. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടായേക്കും. ഇന്ത്യ നേതാക്കൾ അല്പസമയത്തിനകം രാഷ്ട്രപതിയെ കാണും. പ്രധാന പദവികൾ ആവശ്യപ്പെട്ട് നിതീഷും ചന്ദ്രബാബു നായിഡുവും. ഇന്ത്യ മുന്നണിയുടെ അടുത്ത നീക്കമെന്ത്? നിർണായക യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ. സർക്കാർ രൂപീകരണ സാധ്യതയിൽ പ്രതികരിക്കാതെ നേതാക്കൾ. നിതീഷിനോടും നായിഡുവിനോടും സംസാരിച്ചെന്ന വാർത്ത തള്ളി ശരത് പവാർ. പരാജയ കാരണങ്ങൾ പരിശോധിക്കാൻ LDF. പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് MP ഗോവിന്ദൻ. BJPയുടെ വളർച്ചയിൽ പരസ്പരം പഴിചാരി LDFും UDFും. തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പടയൊരുക്കം. മുരളീധരനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം. നേരത്തെ മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്ന് പത്മജ. നടന്നത് CPM BJP ഡീലെന്ന് DCC അധ്യക്ഷൻ. തൃശൂരിനെ ഇളക്കിമറിച്ച് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. നിയുക്ത MPക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജി തള്ളി. നടപടി ഡൽഹി റോസ് അവന്യൂ കോടതിയുടേത്. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന്. എതിരാളികൾ അയർലൻഡ്. മത്സരം രാത്രി 8-ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തുടർ നടപടികൾ ആലോചിക്കാനുള്ള NDA യോഗം അവസാനിച്ചു. മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ രൂപീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം. TDP, JDU തുടങ്ങിയ സഖ്യകക്ഷികളുടെ സഹായത്തോടെ കേവല ഭൂരിപക്ഷമായ 272 MPമാരുടെ പിന്തുണ ഉറപ്പിക്കാൻ BJPക്കാവും. മനു ഭരത് ചേരുകയാണ്. മനു, ഇന്നലെയും ഇനി നമുക്കായി ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ സീറ്റെണ്ണം, ഇതൊക്കെ ഒരു പരിധിവരെ ഇന്ത്യ സഖ്യത്തിന് ചില തരത്തിൽ ചില ആഗ്രഹങ്ങൾ സമ്മാനിച്ചിരുന്നു. അതിൽ മാറ്റമുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായും സത്യപ്രതിജ്ഞയിലെ കാര്യങ്ങൾ പോവുകയാണ്. രഞ്ജിത്ത്, ഇത് ഇന്ത്യ മുന്നണി സഖ്യം സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാത്ത ഒരു സാഹചര്യത്തിൽ അത് എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കും എന്ന ചർച്ചകൾ എല്ലായിടത്തും സജീവമായിരുന്നു. ഇന്ത്യ മുന്നണി സഖ്യം രാഹുൽ ഗാന്ധി യോഗം ചേർന്നതിന് ശേഷം അവർ ഈ തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. നിതീഷ് കുമാറും അതുപോലെ TDPയും അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് NDAക്ക് കത്ത് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഈ വിവരം ധരിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് സർക്കാർ ഉണ്ടാക്കാനുള്ള ഔപചാരികമായ നടപടിക്രമങ്ങൾ ആവശ്യപ്പെടുക എന്നതാണ് ഇനി NDA സഖ്യത്തിനുള്ളത്. അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നീക്കം. നേരത്തെ ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നെങ്കിലും ആ രീതി മാറിയിരിക്കുന്നു. ഇപ്പോൾ ജൂൺ 8 തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് നീങ്ങാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ക്യാബിനറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് ഈ സർക്കാർ പിരിച്ചുവിടാൻ, അതായത് 17 ലോക്സഭ പിരിച്ചുവിടാനുള്ള തീരുമാനം രാഷ്ട്രപതിയെ അറിയിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 85 അനുസരിച്ചുള്ള, അതായത് സെക്ഷൻ B ക്ലോസ് 2 അനുസരിച്ച് സർക്കാർ പിരിച്ചുവിടാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ക്യാബിനറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള നീക്കം ദ്രൗപദി മുർമുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും 17ാം ലോക്സഭയുടെ
കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരിക എന്ന ചടങ്ങാണ്. ജൂൺ 8-ന് അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. വ്യക്തമായ ഒരു ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്ന നിലപാടാണ് ഇപ്പോൾ NDAക്കുള്ളത്. സഖ്യകക്ഷികളിൽ നിന്ന് ആവശ്യമായ പിന്തുണ ലഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 293 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദം NDA കക്ഷികൾ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും ഒരു സർക്കാർ ഉണ്ടാകും. ഈ സർക്കാരിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും എന്ത് റോളാണ് വഹിക്കാനുള്ളത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വലിയ ബാർഗെയിനിങ്ങിന് ഇരുവരും തയ്യാറായിക്കുമോ എന്ന ചർച്ചകളും ഒരു വശത്താണ്. ഏതായാലും നേരത്തെ ഈ നിതീഷ് കുമാറും അതുപോലെ തേജസ്വി യാദവും ഒരു വിമാനത്തിൽ യാത്ര ചെയ്തതിന് ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അപ്പോഴും ചില സംശയങ്ങളുണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളും ഇപ്പോൾ ദൂരീകരിച്ചിരിക്കുന്നു. NDA സർക്കാർ മൂന്നാമത്തെ തവണയും അധികാരത്തിലെത്തും. ഒരുപക്ഷെ 1962 ശേഷം അത്ര ഒരു ചരിത്ര സംഭവത്തിന് കൂടി രാജ്യം വേദിയാകുന്നു എന്നതാണ് ഇനി കാണേണ്ടത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവകാശവാദം ഉന്നയിക്കുമെങ്കിലും സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തള്ളിക്കളയാതെ ഇന്ത്യ മുന്നണിയുടെ യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है. तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में, उसके बाद देखते हैं क्या निर्णय होता है. തേജസ്വി യാദവാണ് മാധ്യമങ്ങളെ കണ്ടത്. സർക്കാർ രൂപീകരണത്തിലുള്ള എല്ലാ ശ്രമങ്ങളും തുടരും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നിതീഷ് കുമാറും ഈ തേജസ്വി യാദവുമായി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ചില സൂചനകൾ ആ ഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, എന്തെങ്കിലും തരത്തിൽ ഒരു നീക്കം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നുണ്ടോ? ശരത് പവാർ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല, നിഷേധിച്ചിരുന്നു. മറ്റേതൊക്കെ തലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? കിരൺ, കേൾക്കാമോ? ഡൽഹിയിൽ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ സഖ്യവും ഒരു പക്ഷേ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചേക്കും എന്ന വിവരങ്ങളടക്കം പുറത്തുവരുന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. നിതീഷ് കുമാറിനുമായി അടക്കം ബന്ധപ്പെടുന്നു എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ നേരത്തെ മുന്നോട്ട് വന്ന സാഹചര്യം. ഡൽഹിയിൽ ഏതായാലും NDA ഒരു മുഴം മുൻപേ എറിഞ്ഞ് രാഷ്ട്രപതി അടക്കം ഇന്ന് കാണുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പശ്ചാത്തലമുണ്ട്. കിരൺ, കേൾക്കാമോ? കിരൺ, തുടരാം. രഞ്ജിത്ത്, എന്തായാലും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തൽക്കാലം ഇന്ത്യ മുന്നണി തയ്യാറല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് പോകുന്നു എന്ന് പറയാനും തയ്യാറല്ല. ഇന്ത്യ മുന്നണി ചില സാധ്യതകൾ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് പുറമേക്ക് പറയാത്തപ്പോൾ പോലും ഏതെങ്കിലും സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുമോ? NDAയിലെ ചില പ്രധാനപ്പെട്ട കക്ഷികളെ അടർത്തിയെടുത്താൻ കഴിയുമോ? സ്വതന്ത്രരായി നിൽക്കുന്ന മറ്റുള്ളവർ കുറച്ച് പേരുണ്ട്, അവരിൽ കുറച്ചുപേരെ കൂടി കൊണ്ടുവന്ന് 37 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ഇനി വിജയത്തിന് വേണ്ടി വേണ്ടത്. അങ്ങനെ സീറ്റുകൾ ഉണ്ടാകാൻ ഏതെങ്കിലും സാധ്യതകളുണ്ടോ? അത് ഏറെക്കുറെ സാധാരണഗതിയിൽ ആലോചിച്ചാൽ അത് അസാധ്യമായ ഒരു നീക്കമാണ്. അത്തരമൊരു നീക്കത്തിന് സാധ്യതകളുണ്ടെങ്കിൽ അത് ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിപക്ഷമായി ഇരിക്കും എന്നത് ഉറപ്പിച്ചു പറയാൻ തയ്യാറാവാത്തത്. തൽക്കാലം അതിന് കഴിഞ്ഞില്ല എങ്കിൽ പോലും NDA മുന്നണിക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ NDA മുന്നണിക്കുള്ളിൽ ഈ ഇന്ത്യ മുന്നണിയുടെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമായും അവിടുത്തെ രണ്ട് പാർട്ടികൾ JDU ആയാലും അതോടൊപ്പം തന്നെ TDP ആയാലും ഇവർ രണ്ടുപേരും കൂടുതൽ വിലപേശലിന് തയ്യാറാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്തായാലും ഇന്ത്യ മുന്നണി മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് കളത്തിൽ ഞങ്ങൾ ഏത് കരുവാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറയാതെ നിൽക്കുക, കളി കാണുക, അതിനിടയ്ക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടുക. ഈ ഒരു തന്ത്രപരമായ നിലപാടാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം ആരംഭിക്കും. യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ യോഗത്തിൽ വെച്ച് ചിലപ്പോൾ മറ്റു ചില ധാരണകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണിക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ്, പൂർണ്ണ അധികാരത്തോടു കൂടിയുള്ള പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. അത് കോൺഗ്രസിൽ നിന്നാണോ അത് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് അത് കൈമാറേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങളും ചിലപ്പോൾ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് സാഹചര്യം. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടും ചില തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും NDA സഖ്യം സർക്കാർ രൂപീകരണ ശ്രമങ്ങളുമായി സത്യപ്രതിജ്ഞയുമായി മറ്റും മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന് എതിരെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജനാധിപത്യത്തിന് അനുകൂലമായാണ് ജനവിധി എഴുതിയത്. ജനങ്ങൾക്ക് NDAയിൽ വിശ്വാസമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. ये एक बहुत भारी पिछले कुछ धक्का है भाजपा को और ख़ासतौर से मोदी जी को, कि जो इतना घमंड से कहे जा रहे थे कि
अब की बार 400 पार, और उनको अपनी बहुमत भी नहीं मिली जो 2004 में 14 में और 2019 में उनके पास था, वो भी आज हासिल नहीं कर पाए। तो उनके लिए एक बहुत बड़ा सेटबैक है। और दूसरी ओर से ये एक बहुत बड़ी उपलब्धि है कि लोग, देश के लोग और वोटर खास तौर से अपने देश के संविधान, देश के अंदर जनतंत्र और लोगों की जनवादी अधिकार और रोज़मर्रा ज़िंदगी की समस्याओं को हल करने के लिए वो ये वोट डाला, और इसका अब कदर करनी चाहिए सरकार जब बनेगी। ये बहुत बड़ी उपलब्धि है आज इस चुनाव का। भाई मैंडेट का मिला सरकार को, कोएलिशन मिली है, बीजेपी को मैंडेट नहीं मिला ना, तो मैंडेट मिला है एनडीए को, तो गठबंधन की सरकार चलेगी। अभी तक जो वो 62 में जो था वो जो है एक सिंगल पार्टी की सरकार थी, अब ये कोएलिशन है। अब ये तो खैर इनकी आदत है, मतलब तोड़ मरोड़ के पेश करना, लेकिन ये बात ठीक है, उनके एनडीए की जीत हुई, लेकिन उसलिए हम कह रहे हैं सेटबैक है बीजेपी को और खास तौर से मोदी जी को, कि जो वो आंकड़े लेकर वो चले थे इस चुनाव में और जिस घमंड के साथ कह रहे थे कि ये हासिल होगा, वो नहीं हो पाया। ബി.ജെ.പി. സർക്കാരിന് ലഭിച്ചത് പരാജയം പോലെ തോന്നുന്ന വിജയമെന്ന് ശശി തരൂർ. കോൺഗ്രസിന്റേത് വിജയം പോലെ തോന്നാവുന്ന പരാജയമെന്നും തരൂർ പറഞ്ഞു. ബി.ജെ.പിക്ക് ഒരിക്കലും പിന്നെ അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടാകും. 303 അവർ വീണിരിക്കുന്നത് 241 2 അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ പിന്നെ ഘടകകക്ഷിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ വരവേറ്റത്. വിജയിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് ജില്ലാ കളക്ടറിൽ നിന്നും സുരേഷ് ഗോപി ഏറ്റുവാങ്ങി. വളരെ ഭാരിച്ച സ്നേഹവായ്പാണ് ഈ വിജയമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല എല്ലാ വോട്ടർമാരുടെയും തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കും. ഇനി തൃശ്ശൂരാണ് തൻ്റെ കിരീടം. തൃശ്ശൂർ പൂരം സുഗമമായി നടത്തുന്നതിനായുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിനാകും മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ഭാരിച്ച ഒരു സ്നേഹവായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാരം ഇനി ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിന്റെ, വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എന്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു മൂവ്മെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണം. മുദ്രാവാക്യ വിളികളും പുഷ്പവൃഷ്ടിയുമായി സ്ത്രീകളടക്കം ആയിരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. സ്വരാജ് റൗണ്ടിൽ നടന്ന റോഡ് ഷോയിൽ സുരേഷ് ഗോപി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു.
ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, വലിയ ആവേശമാണ് തൃശ്ശൂരുകാർക്ക്. എന്തൊക്കെയാണ് തൃശ്ശൂരിന് അദ്ദേഹം അടുത്ത 5 വർഷം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ, മറ്റ് ആവേശം പ്രവർത്തകരുടെ ഏത് തരത്തിലായിരുന്നു അത്? ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ തൃശ്ശൂരിലുള്ളത്. സുരേഷ് ഗോപിയെ സ്വീകരിച്ച് ആനയിച്ചാണ് അവർ ഈ റോഡ് ഷോയിലടക്കം അദ്ദേഹത്തെ വലിയ ആവേശത്തിൽ സ്വീകരിച്ചാണ് തൃശ്ശൂരിലേക്ക് അവർ വരവേറ്റത്. സ്ത്രീകളടക്കം അനവധി പ്രവർത്തകരുടെ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡാനി, കേൾക്കാമോ? കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ടി.എൻ. പ്രതാപനും DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിനുമെതിരെ പ്രതിഷേധമുയർന്നു. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പ്രതാപന് വാർഡിൽ പോലും സീറ്റില്ലെന്ന് എഴുതിയ പോസ്റ്ററുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തിയാവുകയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട്. അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. നേതാക്കളുടെ അവനവനിസത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് അകലുകയാണ്. ഈ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നത്, ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ T.N. പ്രതാപനടങ്ങുന്ന നെക്സസിനാണ്. ഇന്ന് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പരാജയത്തിൻ്റെ, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇരുവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും. തോൽവി ഒരിക്കലും പ്രതീക്ഷിതല്ല. കെ മുരളീധരൻ നേതൃസ്ഥാനം തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിൽ BJP ജയിച്ചത് CPIM BJP ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. കെ മുരളീധരനെ അനുനയിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചറിയുമെന്നും സുധാകരൻ പറഞ്ഞു. മുരളീധരന്റെ വിഷയം
കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം തോന്നിയ രീതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ല. മുരളീധരൻ ഈ പാർട്ടിയുടെ എല്ലാമാണ്. ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് ത്യജിക്കാനും സാധിക്കില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുരളിയോടൊപ്പം ഉണ്ട്. വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ KPCC തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആളല്ലെന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട്. പാർട്ടി നിർദ്ദേശങ്ങൾ അപ്പാടെ അനുസരിക്കുന്ന വ്യക്തിയാണ് മുരളീധരൻ. വടകരയിലേക്ക് കെ മുരളീധരനെ നിർദ്ദേശിച്ചത് താനും ഉമ്മൻചാണ്ടിയും ചേർന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ സംഘടനാ സംവിധാനം വെച്ച് നേരിടാൻ ആകുമോ എന്ന ചോദ്യത്തിന് അത് പിന്നീട് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം അങ്ങനെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തോൽവിയും ജയവും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ പാർട്ടി പറഞ്ഞ എല്ലായ്പ്പോഴും പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാനും ഉമ്മൻചാണ്ടിയും കൂടാണ് അദ്ദേഹത്തോട് നേമത്ത് മത്സരിക്കാൻ പറയും, വടകരയിൽ മത്സരിക്കാൻ പറയും. അപ്പോഴൊക്കെ പാർട്ടി ഏൽപ്പിച്ച ദൌത്യം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണ തൃശൂരിലെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം UDFന് കേരളത്തിലാകെ ഗുണം ചെയ്തുവെന്ന് ഷാഫി പറമ്പിൽ. പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചാണ് മുരളീധരൻ തൃശൂരിലേക്ക് പോയത്. 19 മണ്ഡലങ്ങളിലും കെ മുരളീധരന്റെ ആർജവം ഗുണമുണ്ടാക്കിയെന്നും ഷാഫി പറഞ്ഞു. അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കെ മുരളീധരന്റെ പരാതികൾ കേൾക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് തരൂർ. മുരളീധരൻ മാറി നിൽക്കേണ്ട ആളല്ലെന്നും ശശി തരൂർ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു. നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും 100% പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മൾ നേതാവ്. അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ മാറി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്ക് പരാജയം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി തൃശ്ശൂരെന്ന് ആൾക്കാർ പഠിക്കും, സംശയമില്ല, പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ്. തൃശൂരിലെ പരാജയത്തിൽ DCC അധ്യക്ഷൻ രാജിവെക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാതെ PC വിശ്വനാഥ് MLA പരാജയ കാരണം പരിശോധിച്ച് പാർട്ടി തുടർ നടപടി സ്വീകരിക്കും. വിവാദമുണ്ടാക്കുകയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കേണ്ട പ്രവർത്തനമാണ് ഇപ്പോൾ വേണ്ടത്. കെ മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ തുടരണമെന്നും മുരളീധരനെ മതേതര കേരളത്തിന് ആവശ്യമുണ്ടെന്നും വിശ്വനാഥ് പറഞ്ഞു. തൃശ്ശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും. അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക്, സെക്യുലർ കേരളത്തിന് ആവശ്യമാണ്. കെ മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പത്മജ വേണുഗോപാൽ. മാന്യമായ തോൽവിയല്ല മുരളിക്കുണ്ടായത്. ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് DCCയുടെ മതിലിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വർഗീയത പറയുന്നത് കോൺഗ്രസ് ആണ്. തൃശ്ശൂരിൽ ജയിച്ചാൽ എവിടെയും ജയിക്കാമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. അദ്ദേഹം KPC പ്രസിഡന്റായിരുന്ന ആളാണ്, എല്ലാ ഇതിലും വരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ. ഇതെന്തൊരു തോൽപ്പിക്കടെ 3ാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ, പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല.
എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ, ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. ഇടവേള. പ്രയാസവും ഞങ്ങൾക്കില്ല, അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പൊ അത് ജയിച്ച തോൽവിയാണ്. അങ്ങനെയുണ്ടല്ലോ ഒരു തോൽവി, ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെന്റെ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDF-നാണ് 5% വോട്ട് നഷ്ടപ്പെട്ടു. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിന്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDF-ന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്കൂട്ടി നോക്കുക. കാരണം തൃശൂരിന് പുറമെ ആലത്തൂർ മണ്ഡലത്തിലെ പരാജയത്തിലും കോൺഗ്രസിൽ പടലപ്പിണക്കം. രമ്യ ഹരിദാസിന് വീഴ്ച പറ്റിയെന്ന പരസ്യ വിമർശനവുമായി പാലക്കാട് DCC അധ്യക്ഷൻ രംഗത്തെത്തി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കല്ലെന്ന് A. തങ്കപ്പൻ പറഞ്ഞു. ഈ കോൺഗ്രസിലെ ജനപ്രതിനിധികൾ ഒരിക്കലും പാർട്ടിയായിട്ട് ബന്ധപ്പെടുവാറില്ല. അവർ സ്വതന്ത്രരാണ്. അവർ ആർക്ക് വേണം എന്തും ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കുക. അതിനൊന്നും കയ്യും കാലം കിട്ടുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അത് രമ്യയ്ക്കും ഇതുണ്ടാവുമായിരിക്കാം. പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജനപ്രതിനിധി പോകാറില്ല കോൺഗ്രസിന്റെ. പക്ഷേ ആ കുട്ടി നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ വെച്ച് ഒരു കാര്യം, ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് മാറ്റി നിർത്താൻ നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ആ വീഴ്ച എന്നുള്ളത് പലതും സംഭവിച്ചിട്ടുണ്ട്. അത് KPC നേതാക്കന്മാർക്ക് അറിയാം, മറ്റു എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ പരിശോധിക്കുക. ആ വീഴ്ച എന്താണെന്നുള്ളത് പരിശോധിക്കണം. ചില കാര്യങ്ങളൊക്കെ KPC നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരുത്താനും അതുപോലെ തന്നെ വീഴ്ച പരിശോധിക്കണം നിന്നിട്ടുണ്ട്. അത് അത്രത്തോളം വിജയിച്ചില്ല. വീഴ്ച സംഭവിച്ചില്ല. പാർട്ടിക്ക് 100% വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 നിയമമാണ് ലീഡ് വരാൻ കഴിയില്ലല്ലോ. പാർട്ടി വേദിയിൽ പറയേണ്ടത് പുറത്തു പറയുന്നത് ശരിയല്ലെന്ന് രമ്യ ഹരിദാസ് തിരിച്ചടിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കും. ആലത്തൂർ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി എന്നും തോൽവിയുടെ കാരണം പാർട്ടി അന്വേഷിക്കുമെന്നും രമ്യ പറഞ്ഞു. പാർട്ടിയുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് പാർട്ടി പരിശോധിക്കും. ഞാനൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പാർട്ടിയെ മോശമാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണവും നടത്തുന്ന ഒരാളല്ല. ഇനി ഏതെങ്കിലും അവസരത്തിൽ അത്തരം കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിൽ പറയാനുള്ള അവസരമുണ്ട്. പാർട്ടി അത് വിളിച്ചന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തുമ്പോൾ ആ അവസരം നമുക്ക് നൽകും. ആ വേദികളിലാണ് അത് പറയേണ്ടത്. അല്ലാതെ അതൊരു മാധ്യമത്തിലൂടെ പറയേണ്ട കാര്യമല്ല. ഞാൻ അങ്ങനെ പാർട്ടിക്കാരെയോ പാർട്ടി പ്രവർത്തകരെയോ തള്ളിപ്പറയുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പൊ എപ്പോഴാണ് ആ ബൈറ്റ് കൊടുത്തത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ കരുതുന്ന അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരാളല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിനകത്ത് പല സാഹചര്യം, ഇപ്പൊ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി അതിനകത്ത് മാധ്യമങ്ങളിലിട്ട് വിഴുപ്പലക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ ഉചിതമല്ല. അപ്പൊ അതുകൊണ്ട് വർഗീയത വടകരയിൽ ഏഷ്യയില്ലെന്ന ഷാഫി പറമ്പിൽ. വടകരയിലെ മതേതര മനസ്സാണ് ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചത്. പോലീസ് നിറവേറ്റേണ്ടത് നിറവേറ്റണം. വർഗീയത ഇളക്കിവിട്ടവരെ കണ്ടെത്തണം എന്നും ഷാഫി പറഞ്ഞു. വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വടകരയിൽ ഏശിയിട്ടില്ല എന്നുള്ളതും വടകരയുടെ മതേതര മനസ്സ്, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ ഒരു UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അത് തന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതിൽ കൂടുതലൊരു മറുപടി ഞാൻ അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല. പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയല്ല. ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ് ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനെന്നോണം
അക്കാര്യത്തിൽ അവരുടെ മെല്ലെപ്പോക്ക് ശരിയല്ല. അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾക്ക് ഉൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിയമപരമായ ഫോളോ അപ്പും ഞങ്ങൾ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി LDF-ൽ ചൂടേറി ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഭരണവിരുദ്ധ വികാരം കണക്കുകൂട്ടിയിരുന്നുവെങ്കിലും ഇത്രയും തീവ്രത ഉണ്ടാകുമെന്ന് CPM-ഉം പ്രതീക്ഷിച്ചില്ല. തന്ത്രങ്ങളെല്ലാം പാളിയെന്നാണ് CPM-നെ കുഴയ്ക്കുന്നത്. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തോൽവി സംബന്ധിച്ച എല്ലാം വിശദമായി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDF-ന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഒന്ന്, കേരളത്തിലാകെ UDF-ന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായത്. LDF പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല. അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. 2019 ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2004 മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത്. അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ അത് കഴിഞ്ഞ് 77 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും. അത് പരിശോധിച്ച് പാർട്ടിയും LDF-ഉം തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2019 ഒരു സ്ഥലത്ത് വിജയിച്ചുള്ളൂ. 2019 ആലപ്പുഴ മാത്രമേ ജയിച്ചുള്ളൂ. അങ്ങനെ വ്യക്തിപ്രഭാവമല്ല, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്ര വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടിയല്ലോ. പല ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 സീറ്റ് നഷ്ടപ്പെട്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ആണെന്ന് കണ്ടെത്തി ആ സമയത്ത് അത് പറയുക. അതായിരിക്കും. ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. മന്ത്രി K രാധാകൃഷ്ണൻ ജയത്തോടെ CPM-ൽ മന്ത്രിസഭാ പുനഃസംഘടന ചർച്ചയിലേക്കും കടക്കും. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് CPM നേരത്തെ അറിയിച്ചു. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും 4 സീറ്റിലും തോറ്റ CPI-യും പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കും. മറ്റു ചില വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് വോട്ട് പർച്ചേസ് നടന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വോട്ട് പർച്ചേസിന് പണം ചിലവാക്കി. പണം വാങ്ങിയത് ആരെന്ന് തരംതിരിക്കുന്നില്ല. പണത്തിന്റെ ഒഴുക്കാണുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയല്ലെന്നും പന്ന്യൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കടുത്ത മത്സരമായിരുന്നു. ആ കടുത്ത മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഒരിക്കലുമില്ലാത്ത പോലെ പണത്തിന്റെ ഒഴുക്ക്, അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. 2 കോടീശ്വരന്മാർക്കിടയിലാണ് ഞാൻ. നമുക്ക് പണം കൊണ്ട് അവരോട് മത്സരിക്കാൻ കഴിയില്ല. ആ പണം പാവപ്പെട്ട മനുഷ്യനെ കുറേ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു എന്നത് സത്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ നല്ലോണം ബാധിച്ചു. ഗവൺമെന്റിനെതിരായ ഒരു തിരിച്ചടിയാണ് ഇതെന്നൊന്നും കണക്കാക്കരുത്. അതല്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ വർക്കിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും ഇതുപോലൊരു സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു വരണ്ടേ? നിങ്ങൾ രക്ഷപ്പെട്ടു വരണ്ടേ? അതിനുള്ള തന്ത്രങ്ങൾ നമ്മൾ ഇനിയും നോക്കും. നമ്മൾ മനുഷ്യരല്ലേ. മനുഷ്യരെന്ന രീതിയിൽ
അനുഭവമാണല്ലോ നമ്മളെ ഗുരുനാഥന്മാർ. നമ്മളത് പരിശോധിക്കും. തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണം പാർട്ടി വിലയിരുത്തുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ആത്മപരിശോധന നടത്തി തിരുത്തൽ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. കേരളത്തിൽ ഉണ്ടായ പൊതു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ തോൽവി. വർഗീയ പ്രചരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പി മോഹനൻ പറഞ്ഞു. കേരളത്തിൽ പൊതുവെ പ്രകടമായ ഒരു ട്രെൻഡിന്റെ ഭാഗമാണ്. അതിൻ്റെ വിശദമായ അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ ഫലവുമെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്ത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും. എ വിജയരാഘവന്റെ തോൽവി പരിശോധിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അപകടകരമായ അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും ചില മണ്ഡലങ്ങളിൽ UDFനൊപ്പം നിന്നുവെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. വസ്തുതാപരമായ ഒരു പരിശോധന നടത്തി ഞങ്ങളത് പരിഹരിക്കും. ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ. എന്തായാലും ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭാവിയിൽ പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ഇടപെടലും ഞങ്ങൾ നടത്തും. ഒരു കാലത്ത് പാലക്കാട് മണ്ഡലം സ്ഥിരമായി ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുന്ന മണ്ഡലമായിരുന്നു. ഈ 2019ലും 2024ലും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ CPMഉം ഇടതുമുന്നണിയും മനസ്സിലാക്കിയിരുന്നു. അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. അതിനായാണ് പലപ്പോഴും കുടുംബയോഗങ്ങളൊക്കെ വലിയ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും കുടുംബയോഗങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത് നടത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല തിരിച്ചറിവാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെയും CPMന്റെയും നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. 2019 സമാനമായ തിരിച്ചടി എന്നാണ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അതിലും മോശമാണ് കാര്യങ്ങൾ. കാരണം 2019 ശബരിമലയും രാഹുൽ ഗാന്ധി ഫാക്ടറും ഒക്കെ സ്വാധീനിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ തിരിച്ചടിക്ക് ഇടയാക്കിയിരിക്കുന്നതെന്ന് നേതൃത്വം പരോക്ഷമായി സമ്മതിക്കുന്നു. സർക്കാരിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഏതുവരെ പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടനമെന്ന് ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പരോക്ഷമായും അതായത് നേരിട്ട് സംസാരിക്കുമ്പോഴും അല്ലാതെ ഒക്കെ നേതാക്കൾ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത്രയധികം ഒരു ആഘാതം, വലിയൊരു ആഘാതം, തിരിച്ചടി CPM നേതൃത്വം പ്രതീക്ഷിച്ചില്ല എന്നാണ് വാസ്തവം. CPMന്റെ കോട്ടകളിലേക്ക് BJPയുടെ കടന്നുകയറ്റമാണ് ഇവരെ ഏറ്റവും അധികം അസ്വസ്ഥരാക്കുന്നത്. അത് നേരത്തെയൊക്കെ BJP വളരുന്നത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ടെന്ന് പറയുമ്പോൾ തൃശൂരിലും അതേ ആരോപണം ഉന്നയിക്കുമ്പോഴും അങ്ങനെയല്ല. കേരളത്തിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലത്തൂരും ആലപ്പുഴയും ഒക്കെ പാലക്കാട് ഒക്കെ അത്തരത്തിൽ BJP CPM കേന്ദ്രങ്ങളിലാണ് വലിയ നേട്ടമുണ്ടാക്കിയതെന്ന യാഥാർത്ഥ്യം CPMനെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏതായാലും ഈ പരാജയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ചകളിൽ CPMന്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് 10-ാം തീയതി ചേരും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് CPM വിളിച്ചിരിക്കുന്നത്. പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്ക്, പരിശോധനകളിലേക്ക് CPM കടക്കും. 2019 വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ തെറ്റേറ്റു പറയാനും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ തന്ത്രം പാളിപ്പോയെന്ന് തുറന്നു സമ്മതിക്കാനും അതിലെ പ്രശ്നപരിഹാരത്തിന് വീടുകൾ കയറി ഇറങ്ങി നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറായിരുന്നു. അത്തരത്തിൽ തുറന്നു പറച്ചിലിനും കുറ്റങ്ങൾ ഏറ്റുപറയാനും CPM തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലും CPM അണികൾക്കിടയിലും ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പല നീക്കങ്ങളും അദ്ദേഹത്തിന്റെ സമീപനവും തെറ്റായിപ്പോയെന്ന് വിമർശനം ഉയർന്നു വരുന്നു. അവിടെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം പാർട്ടി ഘടകങ്ങളിൽ ആരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറാകുമോ എന്നും വ്യക്തമല്ല. ഏതായാലും മന്ത്രിസഭയിൽ K രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടുകൂടി മാറ്റത്തിന് CPM നിർബന്ധിതമായി തീരും. പക്ഷേ അതൊരു സമഗ്ര അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. അഴിച്ചുപണി തന്നെ വേണം എന്ന ആവശ്യമുള്ളവർ CPMൽ ഉണ്ട്. അതൊക്കെ CPMന്റെ സംസ്ഥാന നേതൃത്വങ്ങൾ വ്യക്തമാക്കാൻ അവർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇനി ഘടകകക്ഷികളും CPMൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കും. പ്രത്യേകിച്ചും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യസഭ
2 സീറ്റുകളിലേക്ക് ഇടതുമുന്നണിക്ക് വിജയിക്കാം. അവിടെ CPM-ന് പുറമെ CPI-ക്കും കേരള കോൺഗ്രസ് എമ്മിനും NCP-ക്കും അതുപോലെ RJD-ക്കും സീറ്റ് വേണമെന്ന ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അവിടെയും മുന്നണി ഘടകകക്ഷികൾ CPM-ൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ആലോചിക്കുന്നത്. സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞു. CPM നേതൃത്വത്തെ അവർ അക്കാര്യം അറിയിച്ചു. ഏതായാലും വരും ദിവസങ്ങൾ CPM-ൽ ചർച്ചകളുടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങളുടെയും നാളുകളായിരിക്കും. എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പോഴത്തെ വലിയ തിരിച്ചടി, ചരിത്രപരമായ തിരിച്ചടി മറികടക്കാൻ CPM-ന് കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ CPM-ന്റെ ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ പ്രകടനം ഏത് തരത്തിലേക്ക് പോകുമെന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ അതിലൂടെ മാത്രമേ വ്യക്തമാകൂ. NDA യോഗം അവസാനിച്ചു. രാഷ്ട്രപതിയെ NDA സംഘം ഇന്നു കാണില്ല. മറ്റന്നാൾ ചേരുന്ന MP-മാരുടെ യോഗത്തിന് ശേഷം കൂടിക്കാഴ്ചയുടെ തീയതി തീരുമാനിക്കും. നരേന്ദ്രമോദി നേതാവായി യോഗം തെരഞ്ഞെടുത്തു. കിരൺ ബാബു ചേരുന്നു. കിരൺ ബാബു, ഇന്ന് രാഷ്ട്രപതിയെ കാണാനും ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടത്താനുമായിരുന്നു തീരുമാനമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. ഇപ്പോൾ എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം? രഞ്ജിത്ത്, ഇന്ന് അല്പസമയം മുമ്പാണ് NDA യോഗത്തിൽ തീരുമാനം ആയത്. 15 കക്ഷികളാണ് ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുത്തത്. NDAയുടെ പാർട്ടായ 15 കക്ഷികൾ. അതിൽ അംഗത്വ MP-മാരുള്ളവരും ഇല്ലാത്തവരും എല്ലാം തന്നെയുണ്ട്. ഈ കക്ഷികളെല്ലാം സംയുക്തമായിട്ടാണ് തീരുമാനമെടുത്തത്. നരേന്ദ്രമോദിയെ NDAയുടെ നേതാവായി തെരഞ്ഞെടുത്തു. അവർ ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിക്കുമെന്നായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നത്. പക്ഷേ ഏതെല്ലാം ചില വിഷയങ്ങളിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാവണം. എന്തുകൊണ്ടാണ് എന്ന് നേതാക്കൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. നാളെ രാഷ്ട്രപതിയെ കണ്ടിട്ട് അവകാശവാദം ഉന്നയിക്കുമെന്നുള്ളത് തന്നെയാണ്. അത് ഇന്ന് നാളെ ആയി പോകുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം തന്നെ പ്രധാനമായും TDP-യും അതോടൊപ്പം തന്നെ JD-യും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ NDAക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയരുന്നതായി വരുന്നില്ല. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമാവാതെ കാണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഏതെങ്കിലും കൂടുതൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനങ്ങളെ ചൊല്ലിയോ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതിൽ തീരുമാനമാവാതെ കാണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ ആ തീരുമാനം നാളത്തേക്ക് വൈകിയത് എന്ന് എന്തായാലും തൽക്കാലം അത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ ചൂണ്ടിക്കാണിക്കൊണ്ടോ അത്തരം വിലപേശലിന് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നായാലും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നാലും നീക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ മാത്രമേ രാഷ്ട്രപതിയെ കാണുന്നുള്ളൂ. ഈ രാത്രിയിൽ എന്തെല്ലാം ചില ചർച്ചകൾ നടക്കാനുണ്ട്, തീരുമാനങ്ങളും ധാരണകളും ഉണ്ടാവാനുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം എന്തായാലും നാളത്തേക്ക് രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്ന് രാജി സമർപ്പിച്ചിട്ട് രാഷ്ട്രപതി ഭവൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിക്കുകയാണ്. അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ UDF-നുണ്ടായ വൻ വിജയത്തിന് വഴിയൊരുക്കിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. തൃശൂർ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും പെട്ടിയിലാക്കാൻ UDF-നായി. ലീഗ് കോട്ടകളും ഭദ്രമായി നിലകൊണ്ടു. മധ്യകേരളത്തിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളും UDF-ന് തിളക്കമേറിയ വിജയത്തിൽ നിർണായകമായി. 10 വർഷമായി കൈവിട്ടുപോയിരുന്ന ലക്ഷദ്വീപ് തിരിച്ചുപിടിക്കാനായതും കോൺഗ്രസിന് വലിയ നേട്ടമാണെന്നാണ് വിലയിരുത്തൽ. ഇളക്കമില്ലാതെ ലീഗ് കോട്ടകൾ, നെടും തൂണായി മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ സ്വാധീന മേഖലകൾ. UDF നേടിയ വമ്പൻ വിജയത്തിൽ നിർണായകമായത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ആലപ്പുഴ, കോട്ടയം മണ്ഡലങ്ങൾ കൂടി തിരിച്ചുപിടിച്ചതോടെ മധ്യകേരളം UDF കോട്ടയെന്ന് ഉറപ്പിച്ചു. എറണാകുളം, ചാലക്കുടി, ഇടുക്കി മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനായതും മുന്നണിക്ക് അഭിമാനാർഹമായ നേട്ടമാണ്. കാസർകോടും കണ്ണൂരും വയനാടും വടകരയിലുമൊക്കെ നിർണായകമായ മുസ്ലിം വോട്ടുകൾ ചേർത്തു നിർത്താൻ UDF-നായി. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ രീതിയിലുണ്ടായ ഏകീകരണമാണ് 2019 വലിയ വിജയം ആവർത്തിക്കാൻ UDF-ന് സഹായകമായത്. സംസ്ഥയുടെ 5ാം ഘട്ട ലീഗ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്ക അസ്ഥാനത്തായി. മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം ഗണ്യമായി ഉയർത്തിയാണ് ലീഗ് നേതാക്കൾ കോട്ട കാത്തത്. സമസ്ത തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി ജയിക്കണമെന്നാണ് പറഞ്ഞത്. ലീഗുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സമസ്തയിനങ്ങനെ ഇടപെട്ടില്ലല്ലോ, രാഷ്ട്രീയത്തിലൊന്നും ഇടപെട്ടില്ല. രാഷ്ട്രീയ പണിയല്ല, തെരഞ്ഞെടുപ്പ് പ്രത്യേകം ഇടപെട്ടിട്ടൊന്നുമില്ല. ആർക്ക് വോട്ട് ചെയ്താലും സമാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതും വലുതും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം, അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ വികാരമാണ് മധ്യകേരളത്തിൽ കണ്ടത്. തെക്കൻ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല.
പത്തനംതിട്ടയിൽ ആന്റണിയുടെ ഭൂരിപക്ഷം ഉയർത്താൻ സഹായിച്ചതും ക്രിസ്ത്യൻ മേഖലകളുടെ പിന്തുണ മൂലമാണ്. ആലപ്പുഴയിൽ AM ആരിഫിന് വീണിരുന്ന മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഇക്കുറി തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാലിനായി. തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഇത്തവണയും ഏറ്റവും കരുത്തായത് തീരമേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ. അതേസമയം തൃശൂരിലെ പരാജയം UDFനെ ഇരുത്തി ചിന്തിപ്പിക്കും. തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഇതാദ്യമായി BJPയുടെ പെട്ടിയിൽ വീണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തുകയും ചെയ്തു. മാഷെന്ന് പറഞ്ഞൊരു നിയോജക മണ്ഡലത്തിൽ 4000 കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. അല്ല, 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഇനി അവരുടെ യോഗത്തിൽ നിങ്ങൾ അല്ല അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ല എവിടെയെങ്കിലോ അവരോട് ചെയ്യും. ആര് ഇല്ലല്ല, ഇപ്പൊ സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമായി നിലനിർത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. 18 നമുക്ക് നമ്മളെക്കാളും വോട്ട് അവർക്ക് കിട്ടിയുണ്ട്. അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും. ഇപ്പം മുഖത്തിന് യാതൊരു തയ്യാറെടുപ്പുമില്ല. മുഖമെല്ലാം വളരെ മിനുക്കിയ മുഖമായിട്ട്. വളരെ കാര്യമായി നടത്തിയതാണ്. പക്ഷേ വിശ്വാസത്തിലെടുത്തത് UDFനെയാണ്. അതെന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല CPM? അല്ല, ഞങ്ങള് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്രാവശ്യം 18 കിട്ടിയിട്ടുള്ളൂ. ഒന്ന് കുറേ ചെയ്തത്. ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നമെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാ. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ള കൊണ്ട് പറയാം. ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായതിൽ സന്തോഷമെന്ന് സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. രാജ്യത്ത് നല്ലൊരു പ്രതിപക്ഷമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒക്കെ സന്തോഷം തന്നെ, പ്രതീക്ഷ ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവും. മനസ്സിലായി. ഇന്ത്യ മുന്നണി സജീവമായിട്ട് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്യും. കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് UDFന് അനുകൂലമായ ജനവിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് സമ്മതിക്കുന്ന മുഖ്യമന്ത്രി അതിന്റെ കാരണങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാനോ തയ്യാറാവുന്നില്ല. കോൺഗ്രസ് മുക്ത കേരളത്തിന് ശ്രമിച്ചതിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ മരവിപ്പിക്കുന്നതിന് തൃശൂർ സീറ്റ് BJPക്ക് നൽകിയതിന്റെ സൂത്രധാരനും മുഖ്യമന്ത്രിയാണ്. രഹസ്യധാരണയ്ക്കപ്പുറം പരസ്യമായ CPM BJP ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. BJPയുടെ വിജയം ഗൗരവമായി കാണണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആദ്യം ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടതെന്നും സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. UDFിലുണ്ടായത് കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമെന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട്. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾക്കെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ രണ്ട് വികാരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഡൽഹിയിൽ ഉണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം. ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോഴാണ് UDFന് 18 സീറ്റുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കും. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ UDF പ്രവർത്തകർക്കും UDF നേതാക്കന്മാർക്കും കൂട്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എല്ലാവരും കൂട്ടായി ഒരുമിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ വിജയം ഉണ്ടായത്. ആറ്റിങ്ങലിലെ തോൽവി
ജയിച്ച തോൽവിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചെറിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. CPMന്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആറ്റിങ്ങൽ BJP ജയിക്കുമെന്ന ശക്തമായ പ്രചാരണം അവസാന നിമിഷങ്ങളിൽ ഉണ്ടായെന്ന് V ജോയി. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി. ഹിന്ദു വോട്ടർമാർക്കിടയിൽ ചാഞ്ചല്യം വന്നു. അതിൽ പരിശോധന ഉണ്ടാകുമെന്നും ജോയി പറഞ്ഞു. ഇക്കുറി നിങ്ങൾക്കറിയാവുന്നതുപോലെ കോട്ടയത്തെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം ശക്തമാക്കാനൊരുങ്ങുകയാണ് കേരള കോൺഗ്രസ് എം. ലോക്സഭയിൽ അംഗങ്ങളില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാകും ജോസിന്റെ നീക്കം. എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം പിന്നോട്ടുപോയ മാണി ഗ്രൂപ്പിനെ പരിഗണിക്കാൻ LDF തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച വലിയ ആഘാതം തന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി എന്നത് മാത്രമല്ല, രാജ്യസഭയിലേക്കുള്ള ജോസ് കെ മാണിയുടെ കാലാവധിയും പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി ചർച്ച പൂർത്തിയാക്കി രാജ്യസഭയിൽ ആർക്കാണ് ഇടതുമുന്നണിയിലെ 2 സീറ്റുകൾ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും കൂടുതൽ ശക്തമായി സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാനാണ് ജോസ് വിഭാഗത്തിന്റെ തീരുമാനം. കാരണം ലോക്സഭയിലും MP ഇല്ല, രാജ്യസഭയിലെങ്കിലും ഒരു MP വേണം എന്ന ആവശ്യം അവർ ചൂണ്ടിക്കാണിക്കും. അതേസമയം തന്നെ CPMഉം സംസ്ഥാനത്തൊട്ടാകെ തോൽവി നേരിട്ടൊരു സാഹചര്യമാണ്. CPIക്കും സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് അംഗങ്ങളെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഈ ഒഴിവ് വരുന്ന 2 സീറ്റിലേക്ക് അവരവരുടെ അംഗങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അവർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുകയാണ് തങ്ങൾക്ക് ലോക്സഭയിലും അംഗമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും ജോസ് വിഭാഗത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തിരിച്ചടി ഉണ്ടായ, പ്രത്യേകിച്ച് പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ വലിയ തിരിച്ചടി നേരിട്ട ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് ഈ ഒരു സീറ്റ് നേടിയെടുക്കുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മാറിയിരിക്കുന്നു. എന്തായാലും ശ്രമങ്ങൾ തുടരും. പക്ഷേ ഭാവിയിലേക്കുള്ള ചില രാഷ്ട്രീയത്തിലേക്കുള്ള ചില നീക്കുപോക്കുകളായി കൂടി ഇതിനെ കാണണം. ഇപ്പോൾ ഒരു ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു. UDFൽ തന്നെ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റാണ്. അത് LDFൽ വരുമ്പോൾ നഷ്ടപ്പെടുന്ന സാഹചര്യം പാടില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തമായ ആവശ്യം ഉന്നയിക്കുക. അത് നിരാകരിച്ചാൽ ഭാവിയിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ നിലപാടെടുക്കാനും ജോസ് വിഭാഗത്തിന് ഇതൊരു കാരണമാകും. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളി. ഇതോടെ കെജ്രിവാളിന് തിഹാർ ജയിലിൽ തുടരേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജൂൺ 1 വരെ സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം ഒരാഴ്ച കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ആദ്യം സുപ്രീം കോടതിയെയും പിന്നീട് വിചാരണ കോടതിയെയും സമീപിച്ചത്. ജൂൺ 2 വിചാരണ കോടതി ഹർജി പരിഗണിച്ചെങ്കിലും വിധി പറയാൻ മാറ്റിയതോടെ 2 കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങിയിരുന്നു. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ കെജ്രിവാൾ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിന് അപേക്ഷിച്ചത്. ബോക്സ് ഓഫീസ് വിജയം നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ പണം മുടക്കിയ വ്യക്തിക്ക് മുടക്കുമുതലും ലാഭവിഹിതവും നൽകിയില്ലെന്ന കേസിലെ പ്രതികളുടെ അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞു. ഇതോടെ സൗബിൻ ഷാഹിർ അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജൂൺ 12 പരിഗണിക്കാൻ മാറ്റി. ഹർജി തീർപ്പാക്കാനിരിക്കെയാണ് അഭിഭാഷകൻ പിന്മാറിയത്. ഇനിയും കൂടുതൽ സമയം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6645, പവന് 53,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഒരു ധാരണ